മാഷെ അസമില് ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം ഒരു വലിയ തുറുപ്പു ചീട്ടെടുത്ത് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്, ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് അസമിലെ ആ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള 83-ൽ ഉണ്ടായിട്ടുള്ള നെല്ലി കൂട്ടക്കൊല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് ഉള്ള ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭക്കാർ നടത്തിയിട്ടുള്ള അന്വേഷണമുണ്ട്, ആ റിപ്പോർട്ടും പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് 42 കൊല്ലത്തോളം ഈ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ ഹിമന്ത എന്ത് ചെയ്തു? ഹിമന്ത ഇതെടുത്ത് പൊടി തട്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്ന് നമ്മളിപ്പോൾ SIR-ലൂടെയൊക്കെ അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ, ഇതിനൊക്കെ സ്ക്രൂ പിരിക്കുന്ന ആളുകൾ തന്നെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ളൊരു വിഷയത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി വെളിപ്പെട്ട് വരുന്നുണ്ട്. ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ജനങ്ങൾ? ഇതിൻ്റെ ഒരു വരും വരായിക എന്തായിരിക്കാം? തീർച്ചയായിട്ടും ഇന്ത്യയിൽ BJP-യുടെ മുഖ്യമന്ത്രിമാരിൽ വളരെ വേറിട്ടൊരു വഴിയിൽ അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ആർജവത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നമുക്ക് രാഷ്ട്രീയമായി എന്തൊക്കെ വിയോജിപ്പുണ്ടായാലും ഹിമന്തിൻ്റെ ഒരു നീക്കത്തെ നമുക്ക് അങ്ങനെ കാണണം. വളരെ സുവ്യക്തമായ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. BJP സമീപകാലത്ത് സ്വീകരിക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കളല്ലാത്ത, പ്രത്യേകിച്ച് മുസ്ലിം അഭയാർത്ഥികൾ അല്ലെങ്കിൽ കുടിയേറ്റക്കാർ, അവർ ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ആയിട്ട് വളർന്നു വരികയാണല്ലോ. CAB ബില്ല് തൊട്ടുള്ള ഇഷ്യൂസ്. ഇപ്പോഴും ഈ കുടിയേറ്റ വിരുദ്ധമായ നിലപാട്, കുടിയേറ്റക്കാർ നമ്മുടെ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറുന്നതിൻ്റെ പ്രശ്നം, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധമായൊരു നിലപാട് ഇന്ത്യയിൽ BJP ശക്തമായിട്ട് ഉന്നയിക്കുമ്പോൾ BJP പലതരത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. മാത്രമല്ല ഈ കുടിയേറ്റക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ വോട്ട് ബാങ്കാക്കി മാറ്റിയിട്ട് BJP-യെ തോൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ബംഗാളിൽ ഇപ്പോഴും ഫലിക്കുന്നുണ്ട്. പക്ഷേ ആസാമിൽ പക്ഷേ അതിനെതിരായുള്ള മുന്നേറ്റമാണ് ഫലിച്ചത്. അതിൻ്റെ തെളിവാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. അത് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കലാപങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആസാമിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ, ആലോചിച്ചു, ഈ ഗോമാംസം ഉൾപ്പെടെയുള്ള ഗോവധത്തിനൊക്കെ കടുത്ത വിലക്കുള്ളൊരു സംസ്ഥാനമാണ്. വിലക്കല്ല, നിയന്ത്രണങ്ങളുണ്ട്. ഒരു ദേവാലയത്തിൽ നമ്മൾ കള്ളുഷാപ്പ് പോലെയാണ് അവിടെ. അത് എനിക്ക് തോന്നുന്നു ആവശ്യമാണ്. ദേവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെ ഏതാണ്ട് ഒരു കിലോമീറ്റർ വളരെ ദൂരെ മാത്രമേ അറവുശാലകളൊക്കെ പാടുള്ളൂ എന്നുണ്ട്. എന്നിട്ടും ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഈ അറുത്ത പശുവിൻ്റെ തല കൊണ്ടിട്ട് കലാപം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം ഷൂട്ട് അറ്റ് സൈറ്റ് പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള ശക്തമായ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് 42 കൊല്ലമായി പൊടിപിടിച്ച് കിടന്ന ആസാം ഗവൺമെൻറ്റിൻ്റെ അലമാരയിൽ പൊടിപിടിച്ച് കിടന്ന 2 അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ എടുത്ത് പുറത്തിട്ട് ജനങ്ങളോട് പറഞ്ഞു, വായിച്ചു നോക്ക്, ഈ രാഷ്ട്രീയം ഞങ്ങളിപ്പോൾ തുടങ്ങിയതാണോ? 2 കാര്യം അദ്ദേഹം ചോദിച്ചത്. ഒന്ന്, ഇത്രയും കാലം നാട് ഭരിച്ച കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കലാപത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? അതിനർത്ഥം കുടിയേറ്റക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് മാത്രമല്ല അന്നും വലിയ പ്രശ്നമാണെന്നല്ലേ? 2, കുടിയേറ്റ പ്രശ്നം ഒരു പ്രശ്നമാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയാനും ഏറ്റെടുക്കാനും തയ്യാറല്ലാത്തത് കൊണ്ടല്ലേ ആസാമികളായ സാധാരണക്കാർ സംഘടിച്ച് കുടിയേറ്റക്കാർക്കെതിരെ കലാപം ഉണ്ടാക്കിയത്? ഈ എന്നത്തെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നെല്ലി കൂട്ടക്കൊല 1983 ആണ് നടന്നത്. ഒറ്റ ദിവസം 2000-ഓളം പേര് കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടവർ അത് 1983 ഫെബ്രുവരി 18-നാണ്. അത് അന്നൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി അല്ലെങ്കിൽ വർഗീയ കലാപം, കൂട്ടക്കൊല ഒക്കെ ആയിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് 80s-ലാണല്ലോ ഞങ്ങൾ പറഞ്ഞു കടന്നിരുന്നു. ഇത് യഥാർത്ഥത്തിൽ നെല്ലി എന്ന് പറയുന്നത് ആസാമിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയിലുള്ള ഇന്ത്യക്കുള്ളിലെ ഒരു ജില്ല, ഈ ആസാമിലെ ഒരു ജില്ലയാണ് മൊറിഗാവോൺ ജില്ല. മൊറിഗാവോൺ ജില്ലയിലെ ഒരു കൊച്ചു പട്ടണമാണ് നെല്ലി. അവിടെയാണ് ഈ കൂട്ടക്കൊല നടന്നത്. ഈ കൂട്ടക്കൊലയ്ക്ക് ഇരയായവരിൽ മഹാഭൂരിപക്ഷവും ബംഗാളിൽ നിന്ന് വന്ന മുസ്ലിങ്ങളാണ്. ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗ്ലാദേശികളായ മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഓർക്കണം, പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, 71-ൽ ബംഗാൾ ഉണ്ടായിട്ട് ബംഗ്ലാദേശ് രൂപം കൊണ്ടിട്ട് അവിടുത്തെ ദാരിദ്ര്യവും അവിടുത്തെ അഭയാർത്ഥി പ്രശ്നങ്ങളും വർഗീയ കലാപങ്ങളും യുദ്ധവും
അതിൻ്റെയൊക്കെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദാരിദ്ര്യം കൊണ്ട് വന്നതായിരിക്കും. ദാരിദ്ര്യം കൊണ്ട് വന്നു എന്നുള്ളതുകൊണ്ട് ആ വന്നവർക്ക് മുഴുവൻ അഭയം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലല്ലോ. ബംഗാൾ കുറേ പേർക്ക് കൊടുത്തു. ആസാമിൽ പക്ഷേ വന്നവരെയൊക്കെ വലിയ തോതിൽ തിരിച്ചടിച്ചു. അതാണ് ഈ കലാപത്തിന് കാരണമായത്. അന്നത്തെ ഒരു പ്രത്യേകത, അന്ന് പ്രസിഡന്റ് ഭരണമാണ്. ബംഗാൾ ഈ 83 കാലത്തെ ഒരു പ്രത്യേകത, എലക്ഷൻ്റെ മുന്നോടിയായിട്ട് അവിടെ പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ കൂട്ടക്കൊല നടക്കുന്നത്. പക്ഷേ വേണമെങ്കിൽ ആ കൂട്ടക്കൊല നടന്ന സമയത്ത് എലക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം പഠിച്ചിട്ട് അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു. എലക്ഷനും കൂടി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇത് രൂക്ഷമായത്. അപ്പോൾ ഈ അന്വേഷണ കമ്മീഷന് പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 83 തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നു. ഹിതേശ്വർ സൈക്കിയ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അവരാണ് ആദ്യമായി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത്. നെല്ലിയിലെ കൂട്ടക്കൊലക്ക് ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണ കമ്മീഷൻ. അദ്ദേഹത്തിൻ്റെ പേര് അതിനാണ് തിവാരി കമ്മീഷൻ എന്ന് പറയാം. വിഖ്യാതമാണ് ആ പേര്. തിവാരിയുടെ മുഴുവൻ പേര് ത്രിഭുവൻ പ്രസാദ് തിവാരി എന്നാണ്. ടി പി തിവാരി റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെയാണ് അന്വേഷണ കമ്മീഷനായിട്ട് 1983 തന്നെ അധികാരത്തിൽ വന്ന ഉടനെ കോൺഗ്രസ് ഗവൺമെൻറ് നിയമിച്ചു. 4 കൊല്ലത്തെ അന്വേഷണത്തിന് ശേഷം 1987 അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി. 87 എന്ന് പറഞ്ഞാൽ അത്രയും കാലം, ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ 42 കൊല്ലമായില്ലെങ്കിലും 39 കൊല്ലമെങ്കിലും 38 കൊല്ലമെങ്കിലും ആയി. ആ റിപ്പോർട്ട് ഇന്നോളം വെളിച്ചം കണ്ടില്ല. ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വലിയ ഒച്ചപ്പാടുണ്ടായപ്പോൾ ആകെ ചെയ്ത ഒരു കാര്യം, ഈ ഇലക്ഷൻ ഈ ഒറ്റ കോപ്പി റിപ്പോർട്ട് ഞങ്ങൾ ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒറ്റ കോപ്പി നിയമസഭയിൽ നമ്മുടെ സ്പീക്കറുടെ മേശപ്പുറത്ത് വെച്ചിട്ട് തടി ദൂരി. പുറത്തേക്കൊരു മനുഷ്യനും കൊടുത്തില്ല. ഒറ്റ മനുഷ്യനും എൻ്റെ കോപ്പി കണ്ടില്ല. എന്ന് പറഞ്ഞാൽ 10-40 കൊല്ലമായി അത് മൂടി വെച്ചു. അന്ന് തന്നെ ആസാം ഗവൺമെൻറ് ഇതിൽ എന്ത് നിലപാടെടുക്കുമെന്ന് ഈ കലാപത്തിന് നേതൃത്വം നൽകിയ കുടിയേറ്റ വിരുദ്ധരായ ആസാമികൾ, പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷം ആയിരിക്കുമല്ലോ അവർ ഒരു ബദൽ കമ്മീഷനെ വെച്ചു. ആ മൂവ്മെൻറ്റിൻ്റെ പേര് മുക്തി ജുജാരു സമ്മേളനം എന്നാണ്. മുക്തി ജുജാരു സമ്മേളനം എന്ന് വെച്ചാൽ ഈ കുടിയേറ്റക്കാരിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള മൂവ്മെൻറ്റ്, മോചിപ്പിച്ചെടുക്കാനുള്ള മൂവ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. വിദേശികൾക്കെതിരായിരുന്നു അവർ. അപ്പോൾ അവർ അനൗദ്യോഗിക കമ്മീഷൻ, അവർ ഗവൺമെൻറ് അല്ലല്ലോ, അവർ അനൗദ്യോഗികമായിട്ടൊരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ്റെ പേരാണ് TU മേത്ത കമ്മീഷൻ. അതും റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് തന്നെയാണ് അന്വേഷണം നടത്തിപ്പിച്ചത്. മറ്റേത് ഗവൺമെൻറ് നമ്മുടെ നികുതി പണം കൊടുത്ത് വലിയ ചെലവിൽ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ വെച്ച് നടത്തി. അപ്പോൾ റിട്ടയർഡ് ഒരു ജഡ്ജിയെ വെച്ചിട്ട്, നല്ല ഉത്തരവാദപ്പെട്ട അതിനുള്ള അർഹതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ തന്നെ വെച്ചിട്ട് സമാന്തരമായിട്ട് ഈ ജനകീയമായൊരു അന്വേഷണ കമ്മീഷനും വെച്ചു. അപ്പോൾ എത്ര കമ്മീഷനായി? തിവാരി കമ്മീഷനുമായി മേത്ത കമ്മീഷനുമായി. രണ്ടും അന്വേഷിക്കുന്നത് ഏതിനെക്കുറിച്ചാണ്? ഈ നെല്ലി കൂട്ടക്കൊലയെക്കുറിച്ചാണ്. രണ്ടിനും ഏതാണ്ട് 40 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇതുവരെ പുറത്തെടുത്തില്ല. ഇപ്പോൾ ആ 2 റിപ്പോർട്ടും ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇദ്ദേഹം തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ആസാമിലും ഇലക്ഷൻ വരികയാണ്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? ഇത് രണ്ടും വായിച്ചു നോക്കിയവർ പറയുന്നത് ഈ 2 അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? ഗവൺമെൻറ്റിൻ്റെ താല്പര്യം മനസ്സിലാക്കിയിട്ട് തിവാരി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് ഇതിൽ ഈ കലാപത്തിന് വർഗീയ നിറമില്ല. സ്വാഭാവികമായിട്ട് വർഗീയ നിറമില്ല. വേറൊന്ന്, ആ സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ടല്ല ഈ കലാപം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ഗവൺമെൻറ്റിനെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണത്. അതാണ് ഉണ്ടായത്. ഇനി ആരാ ഉത്തരവാദി? അന്നത്തെ ഈ കലാപത്തിന്, വിദേശവിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ 2 സംഘടനകളുണ്ട് പ്രധാനപ്പെട്ട. ഒന്ന് ആസു ആണ്, ആൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ആസു, വിദ്യാർത്ഥികളുടെ പക്ഷം. അന്നും ഈ ജെൻസി അന്നും ഉണ്ട്. രണ്ടാമത്തേത് AGSP, ആസാം ഗണസംഗ്രാം പരിഷത്ത് എന്ന് പറയുന്ന AGSP, പിന്നീട് അവിടെ ഭരണകക്ഷിക്കായി മാറിയവർ. അവരും ഈ വിദേശികൾക്കെതിരാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുൻഗാമികളാണ് ഇവർ. അപ്പോൾ അവരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ജനങ്ങളോട് പറഞ്ഞില്ല, ജനങ്ങൾക്ക് അത് അച്ചടിച്ച് കൊടുത്തതുമില്ല. ഇനി TU മേത്ത കമ്മീഷൻ പറഞ്ഞു അങ്ങനെയല്ല. TU മേത്ത കമ്മീഷൻ പറഞ്ഞത് തിരിച്ചാണ്. ഒന്നാമത്തെ ഉത്തരവാദി ആരാണ്? ഒന്നാമത്തെ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ്. കാരണം അന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു സാമൂഹ്യ സ്ഥിതി ആയിരുന്നില്ല ആസാമിൽ, ഇലക്ഷൻ നടത്താൻ പാടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നാം പ്രതി കേന്ദ്ര ഗവൺമെൻറ്റാണ്, അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്. 2
ഇലക്ഷൻ കമ്മീഷനാണ്, 3 ആസാം ഗവർണറാണ്, 4 ആസാം ഗവർണറുടെ ഉപദേഷ്ടാക്കളായ അഡ്വൈസർമാരായ ഉദ്യോഗസ്ഥൻ ബ്യൂറോക്രാറ്റ്സാണ്. കൃത്യമായി കോൺഗ്രസ് ഗവൺമെൻറ്റിലേക്ക് ചൂണ്ടുന്ന റിപ്പോർട്ട് ആണ് മേത്ത കമ്മീഷൻ്റെ റിപ്പോർട്ട്. എന്നാൽ സ്വാഭാവികമായും തിവാരി കമ്മീഷൻ ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുമാണ്. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഊഹിക്കാവുന്നതേ അങ്ങനെയാണല്ലോ അതാണ്. ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യം എന്താണെന്നറിയോ? ഇദ്ദേഹം ജനങ്ങളെ പൊട്ടീസാക്കാനൊന്നും അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്കും ചേർത്തില്ല. BJPയോ ഹിമന്ത് ബിശ്വ ശർമ്മയോ അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും വരാത്ത കാലത്ത് കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഇവരുടെ AGSP, ആസു, അന്നത്തെ ഈ പ്രക്ഷോഭകാരികളും ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകരുമായ ആസാമികളുണ്ടല്ലോ, 2 ആസാമുകാരാണ്. ആ 2 കൂട്ടരുടെയും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, 2 ഉത്തരവാദപ്പെട്ടവർ, ഒരാൾ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനാണ്, ഒരാൾ റിട്ടയർഡ് ജഡ്ജിയാണ്. 2 പേരുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ച് ഇപ്പോൾ ആസാമിൽ വിതരണം ചെയ്തിന് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതായത് ഈ SIRന്റെ പ്രാധാന്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കൃത്യമായിട്ട് അല്ലേ? SIRന്റെ പ്രാധാന്യമുണ്ട്, ഈ പറയുന്ന CAB ബില്ലിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. മാത്രമല്ല കുടിയേറ്റ വിരുദ്ധമായ ഒരു നിലപാട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് എടുക്കുന്നത്? BJP രാഷ്ട്രീയത്തിലെ ആ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കാൻ ഹിമന്ത് ബിശ്വ ശർമ്മ കണ്ട ഏറ്റവും നല്ല വഴിയാണ്. അദ്ദേഹം ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾ അന്നത്തെ ആസാം ഗവൺമെൻറ് നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചു നോക്കൂ. അത് ഭരണകക്ഷിക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ ഭാഗങ്ങൾ മാറ്റി നിർത്തിയാലും കലാപത്തിൻ്റെ ശരിയായ സ്വഭാവം അതിനകത്തുണ്ട്. അതെ, വെള്ള പൂശാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഗവൺമെൻറ് പ്രതിയല്ല എന്ന് പറഞ്ഞെങ്കിലോ പറയണമല്ലോ, വലിയ ശമ്പളം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതേ സമയത്ത് അതേ കാലത്തെ പ്രതിപക്ഷം പറഞ്ഞത് എന്താണ്? ഞങ്ങളല്ല, BJP അല്ല, ഹിമന്ത് അല്ല പറഞ്ഞത്, ചരിത്രം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊടുക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രപരമായൊരു നീക്കമാണ് ഇലക്ഷൻ്റെ മുന്നോടിയായി. എനിക്ക് തോന്നുന്നു BJPക്ക് ഒരു പക്ഷേ വലിയ ഭൂരിപക്ഷത്തോടെ ഹിമന്തിന് ആസാമിൽ തിരിച്ചു വരാൻ ഈ 2 അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ മാത്രം മതിയാവും. അതിസമർത്ഥമായ നീക്കമാണ്. എന്നാൽ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ മൂടി വെക്കേണ്ടതല്ലല്ലോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. എന്താണ് യഥാർത്ഥ പ്രശ്നം? അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ? 40 കൊല്ലം മുമ്പ് ആസാമിൽ നടന്നത്, 42 കൊല്ലം മുമ്പ് ആസാമിൽ നടന്ന അതേ സാഹചര്യം ഇപ്പോഴും ആസാമിൽ നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിന് അറുതി വരുത്താൻ കഴിഞ്ഞ 40 കൊല്ലം നാട് ഭരിച്ച ഒരു ഗവൺമെൻറ്റും മുൻകൈ എടുത്തിട്ടില്ല എന്ന് കൂടിയല്ലേ അതിനർത്ഥം. അതുകൊണ്ട് കൃത്യമായ നിലപാടാണ്. ആ നിലപാടുമായിട്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഏറ്റവും ഒരു ശക്തമായ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന്, അദ്ദേഹത്തിന് ഭരണ തുടർച്ചയ്ക്കൊക്കെ അത് കാരണമായേക്കും. ഏറ്റവും ശരിയായ പാതയിലുള്ളൊരു ജനാധിപത്യപരമായ നീക്കമെന്ന് വേണം. എനിക്ക് തോന്നുന്നു BJP ആയാലും ഇങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കേണ്ടത്. കയ്യിലുള്ള ആയുധങ്ങളെടുത്ത് സമർത്ഥമായി ഒന്നും കൂട്ടിച്ചേർക്കാതെ ജനങ്ങൾക്ക് കൊടുക്കുക. കോൺഗ്രസ് മൂടി വെച്ചതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുക. ഏറ്റവും നല്ല മാർഗം അതാണ്. ഒരു പ്രതിപക്ഷ ഇനി അതേ നാണയത്തിൽ ഈ കാര്യങ്ങളെ സത്യസന്ധമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം ആസാമിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.